சாலை வேலைகள் தொடங்கி 2.5 வருடம் கடந்த போதும் சாலை வேலைகள் நிறைவு பெறாததால் சாந்தம்பாறை பள்ளிக்குன்று மக்கள் சிரமப்பட்டு வருகின்றனர். சேரியார் பள்ளிக்குன்று சாலை வேலைகள் தான் இதுவரை நிறைவு பெறாமல் உள்ளது. 10 ஆண்டுகளுக்கு மேல் சேதமடைந்துள்ள சேரியார் பள்ளிக்குன்று சாலை 2 வருடங்களுக்கு முன்பு PMGSY திட்டத்தில் உட்படுத்தி 3.25 கோடி ரூபாய் அனுமதித்த போது பொதுமக்கள் மகிழ்ச்சியில் இருந்தனர். 2.5 வருடம் முன்பு டெண்டர் நடவடிக்கைகள் நிறைவு செய்து வேலைகள் தொடங்கிய சாலையின் வேலைகள் இதுவரை நிறைவு பெறவில்லை. சாலை முழுவதுமாக சேதப்படுத்தியதோடு பள்ளிக்குன்று சேரியார் மக்கள் தனிமைப்படுத்தப்பட்டனர். கால்நடை பயணத்திற்கு கூட பெரும் சிரமம் ஏற்பட்டுள்ளது. പൊടിപടലமுം சேறு நிரம்பிയതും இப்பகுதி மக்களுக்கு பெரும் பயண சிரமத்தை ஏற்படுத்தியுள்ளது. നമ്മൾ ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇത്രയായിട്ട് ഏതാണ്ട് 3 വർഷക്കാലമായി. 3 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും അതേപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഇതെല്ലാം നമ്മളിവിടെ ആവശ്യപ്പെട്ട് ഫണ്ട് കുറേ അനുവദിക്കുകയും ആ അനുവദിച്ച ഫണ്ട് വന്ന് ഏതാണ്ട് പണി തുടങ്ങേണ്ട ഒരു സ്റ്റേജായി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ MP ഫണ്ടിൽ നിന്ന് PMGSYയുടെ വർക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരൊന്ന് അളവൊക്കെ എടുത്തുകൊണ്ട് പോയി അവരുടെ ഫണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് 3,80,00,000 രൂപ ഈ റോഡിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് 5 വർഷത്തെ ഗ്യാരണ്ടി കൂട്ടിയാണ് ഈ വർക്ക് പറഞ്ഞേക്കുന്നത്. നമ്മുടെ കോൺട്രാക്റ്റ് എടുത്തിട്ട് ഇപ്പോൾ 2 വർഷത്തോളം ആകുന്നു. 1 വർഷമായിട്ട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. 1 വർഷമായിട്ട് പണി തുടങ്ങിയെങ്കിലും ഒരു വർക്കുകളും നേരെ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നതോ അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്മാർ പറയുന്നതോ ഒരു വർക്കുകളും ഈ കോൺട്രാക്റ്റ് നേരെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് പല പ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ അധികാരികളുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ പോയി PMGSYയുടെ ഓഫീസിൽ പോയി നേരിട്ട് പരാതികൾ കൊടുക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. ഒരു ആശുപത്രിയിൽ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ള കുഴികളുള്ള റോഡിൽ എങ്ങനെ നമ്മളൊരാളെ കൊണ്ടുപോകാൻ പറ്റും? അങ്ങോട്ടും പോകാൻ സാധിക്കില്ല, ഇങ്ങോട്ടും പോകാൻ സാധിക്കില്ല. 2 വശത്തേക്കും പോകാൻ പറ്റാത്ത രീതിയിലേക്ക് വളരെ മോശമായ രീതിയിൽ വഴി ചെയ്തു വച്ചിരിക്കുന്നു. ഈ നാട്ടുകാരുടെ പ്രതിഷേധം അറിയിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട MPയെ ഈ കാര്യം അറിയിക്കുകയുണ്ടായി. PMGSYയുടെ എല്ലാ ഓഫീസുകളിലും AE ഉൾപ്പെടെ എല്ലാവരെയും ഈ കാര്യം അറിയിച്ചിട്ടും ഒരു തീരുമാനം ഇതിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയം ഞങ്ങളൊരു പൊതുവിലേക്ക് കൊണ്ടുവരാനുള്ള മെയിൻ കാരണം. 4 കിലോമീറ്റർ ദൂരമുള്ള சாலைக்கு 5 வருடத்திற்கான சிறப்பு வேலைகள் உட்படுத்தி பணம் அனுமதிக்கப்பட்டுள்ளது. எஸ்டிமேட்டில் இல்லாத பாலம் வேலைகள் கட்ட முடியாது என்று ஒப்பந்தக்காரர் முதலில் வேலைகளை தாமதப்படுத்தினார். இந்த பிரச்சனைகளுக்கு தீர்வு கண்டபோது பள்ளிக்குன்றில் உட்பட உள்ள மின்சார போஸ்டுகளும் குடித்தண்ணீர் குழாய்களும் மாற்றவில்லை என்ற காரணத்தால் வேலைகள் முடக்கப்பட்டது. இதற்கும் தீர்வு கண்டு வேலைகள் மீண்டும் தொடங்கப்பட்டது. ஆனால் பல்வேறு காரணங்களை கூறி ஒப்பந்தக்காரர் தற்போது வேலையை மீண்டும் நிறுத்தி வைத்துள்ளார். வாகன பயணத்திற்கு மட்டுமல்லாது பொடியில் படலங்கள் மூலம் பெரும் சிரமப்பட்டுள்ளதாக இப்பகுதியில் உள்ள വീടുകളിൽ വസിപ്പവர்களுം വ്യാപാരികളും தெரிவித்துள்ளனர். കഴിഞ്ഞ ഒരു 3-4 വർഷക്കാലമായിട്ട് ഞങ്ങൾ ഈ പ്രദേശവാസികൾ ചേരിയാർ തൊട്ട് ഇങ്ങോട്ട് പള്ളിക്കുന്ന് കുത്തരി നിന്ന് വരുന്നവർ ഈ പള്ളിക്കുന്ന് റോഡുമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളും ദുർഘടങ്ങളും അനുഭവിച്ചിരിക്കുകയാണ്. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മർച്ചൻ്റ് അസോസിയേഷൻ നേരത്തെ ഞങ്ങളുടെ പ്രതിഷേധം ചൂണ്ടയിട്ട് വാട്സപ്പിലൂടെയെല്ലാം ഞങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ ഈ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്, അത് ഈ ഫണ്ട് റോഡ് MP ഫണ്ടിലേക്ക് പിടിക്കുമെന്ന് പറഞ്ഞു. പണ്ട് ഒരു സിനിമ ഞങ്ങൾ കണ്ടതുപോലെ ഉണ്ട്. എന്നാ വെച്ചാൽ വെള്ളിമൂവിക്കകത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീലയോടെ കൂടി പ്രസിഡന്റ് കേന്ദ്രമന്ത്രി സർമാജിയെ പോയി കാണുകയും അന്നേരം തന്നെ വിളിച്ച് ഞങ്ങൾക്ക് ഈ റോഡ് അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് ഉണ്ട് ബിജുമോനെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി വന്ന് ഇവിടെ ബൈക്ക് വെച്ച് കെട്ടി ഉടനെ തന്നെ 6 മാസത്തിനുള്ളിൽ പണി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് 6 മാസം പോയിട്ട് ഇപ്പം 2 വർഷമായി കച്ചവടം ചെയ്യാൻ യാതൊരു വൃത്തിയില്ല. ഇവിടെ ആകപ്പാടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭായിമാരും ഒക്കെയാണ് ഇവിടെ കച്ചവടത്തിലുണ്ടായിരുന്നത്. ഇപ്പം ആളുകൾ അവരിങ്ങോട്ട് വരുന്നില്ല. വളരെ മോശമായ രീതിയിലാണ് ഈ റോഡ് കിടക്കുന്നത്. പിന്നെ തന്നെയല്ല, ഈ റോഡിൽ കൂടി ഏകദേശം ഒരു 10-13 സ്കൂൾ ബസ്സുകൾ ഇതിന് ഓടുന്നുണ്ട്. ഇത് കൂടാതെ കണ്ട് പണിക്കാരുടെ വണ്ടികൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികളൊക്കെ ഒരു 10-40 വണ്ടികൾ ഇതിൽ ഓടുന്നുണ്ട്. ഇതെല്ലാം ഓടി ഈ റോഡ് വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇവിടെ ഇരിക്കാൻ നിവൃത്തിയില്ല. ഞാനിവിടെ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ആശുപത്രിയിലായിരുന്നു, സുഖമില്ലാതെയൊക്കെ ആകപ്പാട് മാസ്ക് ഒക്കെ വെച്ച് വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഇവിടെ അനുഭവിക്കുന്നത്. ഈ റോഡിൻ്റെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഇത് എങ്ങനെയാണെന്നറിയാം, അശാസ്ത്രീയമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഇപ്പോൾ റോഡിൽ കെട്ടിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ മുകളിൽ ടാർ ചെയ്യും, അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേനൽ മഴ വന്നതോടെ சாலையில் தண்ணீர் தேங்கி குழிகள் ஏற்பட்டுள்ளது. இதோடு சேறு நிறைந்த சாலையில் பள்ளி கல்லூரி பேருந்துகள் செல்ல முடிவதில்லை. டாக்ஸிகளும் சர்வீஸ் நடத்தியதோடு இப்பகுதி மக்கள் பயண சிரமம் அனுபவித்து வருகின்றனர். விரைவாக சாலையின் மோசமான நிலைக்கு தீர்வு காண வேண்டும் என்றும் பள்ளிக்குன்று மக்கள் தெரிவித்துள்ளனர். நியூஸ் பியூரோ ராஜகுமாரி.